പറഞ്ഞു പറഞ്ഞ് നമ്മൾ മുഷിഞ്ഞു. അതെന്താ സലഫി ഫെസ്റ്റ്, അതാണ് വലിയ കേമമായിട്ട് ഉള്ളത്. വലിയ കാര്യത്തിൽ മുസ്ലിയാക്കുമാരിങ്ങനെ കൊണ്ടു നടക്കുക സലഫി ഫെസ്റ്റ്. കാര്യം എന്താ, തെറ്റിദ്ധരിപ്പിക്കുക എളുപ്പമുള്ള ഒരു വാക്ക് കിട്ടി. സലഫി ഫെസ്റ്റ് മുജാഹിദുകൾ വർഷാവർഷം നടത്തുന്ന ഒരു ഫെസ്റ്റാണത്. മുജാഹിദുകൾ നടത്തുന്ന ഫെസ്റ്റ് തെറ്റിദ്ധരിപ്പിക്കുക. ഒരു സ്കൂളിൽ നടന്ന കലോത്സവം, അങ്ങനെ ഞാൻ പറയുമ്പോൾ അത് ഗൗരവം കുറിച്ച് പറയല്ല, അത് തെറ്റാണ്, കുറ്റകരമാണ്, ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാൽ അത് ചെയ്തത് മടവൂരികളാണ്. മടവൂരികൾ ചെയ്തതാണെന്ന് പേരോട് മുസ്ലിയാർ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ കാക്കനാട് CD കൃത്യമായി ആ ക്ലിപ്പ് കാണിക്കണം, എല്ലായിടത്തും ഞാൻ കാണിക്കുന്നതുമാണ്. ഇനി സ്കൂളിൽ നടക്കുന്ന കലോത്സവങ്ങളൊക്കെ ഓരോ പണ്ഡിതൻ ഓരോ സംഘടന പേരിൽ വെക്കുകയാണെങ്കിലോ, ഇവിടെ ഈക്കക്കാരൻ നടത്തുന്ന സ്കൂളിൽ നടക്കണില്ലേ? അതിലും വലുത് നടക്കണില്ലേ? മടവൂരിൽ നടത്തുന്ന സ്കൂളിൽ നടന്നതാണ്, അവിടെ സ്കൂളിൽ നടന്ന കലോത്സവമാണ്. ഇവിടെ കാണിക്കുന്ന ഡാൻസും പാട്ടും ഘോഷയാത്രയും അതൊക്കെ സലഫികളും മുജാഹിദുകളുടെയും പേരിൽ വെച്ച് കെട്ടാനാണ് ഭാവമെങ്കിൽ ഈക്കക്കാർ സ്കൂളിൽ നടത്തുന്നതൊക്കെ നമുക്ക് എടുത്തിട്ട് കണ്ട് ഈക്കെ ഫെസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ? എന്തൊക്കെ നടക്കുന്നത് കണ്ടോളൂ. ഈക്കക്കാർ സ്കൂളിൽ നടക്കുന്നതാണ് കാണാൻ പോകുന്നത്. പൈസ കെട്ടിയോളുണ്ട് മുസ്ലിയാരല്ലേ വേണ്ട, കെട്ടിയോളൊക്കെ ആയിട്ട് ഭാര്യയൊക്കെ ഉണ്ടേണ്ട. ഇതൊക്കെ നമ്മളിങ്ങനെ എന്തൊക്കെ പറയാം കണ്ടോ, ഇങ്ങനത്തെ കാണിക്കാം. ഈ ഒരുപാട് നമ്മള് അതിനകത്ത് കുറേ കാണിക്കാൻ പറ്റുന്ന ഭാഗം മാത്രമേ ഒരുപാടുണ്ട്. ഇവരാണെങ്കിൽ നേരെ അതിനകത്ത് കാണിക്കാൻ പറ്റാത്ത എന്തൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ടില്ലേ. ഇത് MIC മാലിക് ബിൻ ദീനാറിന്റെ പേരുള്ള സ്കൂളിൽ നടക്കണതാ. നമ്മുടെ അടുത്തുകൊണ്ട് വന്നിട്ട് കണ്ടോ ഫെസ്റ്റ്, ഈക്കെ ഫെസ്റ്റ് എന്ന് പറഞ്ഞ കുറെ ഫെസ്റ്റ് ഇങ്ങനെ നമുക്ക് എത്ര നേരം ഇടാന്നറിയോ? ഞങ്ങൾക്ക് ക്ലിപ്പിന് ക്ഷാമമില്ല, പക്ഷെ സക്കാഫികൾക്ക് ഭയങ്കര ക്ഷാമ, ദാരിദ്ര്യത്തിലാരുത, പല ക്ഷാമങ്ങളും മനുഷ്യന്മാരെ ക്ലിപ്പ് ദാരിദ്ര്യം ഭയങ്കരമാണ് ഇവർക്കിടയിൽ. എല്ലാ സക്കാഫിമാരും ഒന്ന് തന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചിടുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിപ്പോ മാലിക് ബിൻ ദീനാറിന്റെ പേരുള്ള സ്കൂളിൽ നടന്ന. ഇനി ഉള്ളാൾ തങ്ങൾ ദുആ ചെയ്ത് നടത്തുന്ന സ്കൂള്, ഉള്ളാൾ മദനി സ്കൂള് ഇന്നും കാണാം. ഉള്ളാളി പോയാൽ ആ സ്കൂള്, ആ ഉള്ളാൾ മദനി സ്കൂളിൽ ഉള്ളാൾ തങ്ങൾ ദുആ ചെയ്ത് നടത്തുന്ന പരിപാടി, നിങ്ങൾ ഉള്ളാൾ ഫെസ്റ്റ്, ആ ഉള്ളാൾ ഫെസ്റ്റ് ಕಟ್ಟೋಳು ಅಬ್ದುಲ್ ರಜಾಕ್ ಅವರು ಕೂಡ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೀನಿ. കണ്ടോ ഔറത്ത് മറക്കാത്ത സ്ത്രീകളാണ്, ഔറത്ത് മറച്ച സ്ത്രീകളാണല്ലോ പിന്നെ അല്ലേ. ആ കണ്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ വരിക. ಅಬ್ದುಲ್ಲಾ ಕುನಿ ಅವರು ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಮಾಜಿ ಉನ್ನತ ಶಿಕ್ಷಣ ಸಚಿವರಾದಂತ ಕನ್ನಡ ಮೌದೀನ್ ಅವರು, ಪ್ರೊಫೆಸರ್ MB ಅಬ್ದುಲ್ ಉಳ್ಳಾಳ ಕ್ಷೇತ್ರದ ಜನಪ್ರಿಯ ಮಾಜಿ ಶಾಸಕರಾದ ಜನಾಬ್ UP ಖಾದರ್ ಅವರು ನಮ್ಮೊಟ್ಟಿಗೆ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ಹಜರತ್ ಸಯ್ಯಿದ್ ಮದನಿ ಸ್ಕೂಳಾ? ഹസ്രത്ത് സയ്യിദ് മദനി സ്കൂൾ വലിയ ഷെയ്ഖിന്റെ പേരുള്ള സ്കൂളാ. താജുൽ ഉലമ ഇരിക്കണം. ഫാത്തിഹ വിളിക്കാം, തുടങ്ങണല്ലോ ബർക്കത്തായിട്ട്. അൽ ഫാത്തിഹ. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا وفقنا من القوة العظيم إلى حضرات أرواح الأصحاب പാഴ്സല വൈല ഹദറാത്തി പാഴ്സലൊക്കെ എല്ലാവർക്കും പാഴ്സൽ വൈല ഹദറാത്തി.
പാഴ്സൽ അയച്ചതാണ്. വൈലാഹലറത്തിയാണ് പാഴ്സൽ അയക്കുന്നത്. ദുആ ചെയ്തെടുത്ത അതേ സ്റ്റേജാ. ഉള്ളാൾ ഫെസ്റ്റ് ആണ്. പാഴ്സൽ എല്ലാവർക്കും പാഴ്സലയക്കണം. അതേ പരിപാടിയാണ്. ഉള്ളാർത്തങ്ങൾ ഫെസ്റ്റാണ്. ഉള്ളാൾ ഫെസ്റ്റ്. പെൺകുട്ടികളുടെ ആട്ടവും കൂത്തും ഒക്കെ ഉണ്ട്. ഉള്ളാൾ ഫെസ്റ്റാണ്. താജുലുലമ ഉള്ളാൾ. മതി അടുത്തേക്ക് കണ്ടോ. അപ്പോ മാന്യ സഹോദരങ്ങൾ, ഇതിങ്ങനെ കാണിക്കുന്നല്ലോ DVD ആ സാധനം. CD പോലല്ല, DVD ആണ്. കുറെ കാണിക്കണ്ട്. അത് വളരെ സംരക്ഷണമായത്, വളരെ കാണിക്കാൻ പറ്റിയത് ആ രൂപത്തിൽ മനുഷ്യന്മാർ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. അല്ലാതെ ഏറ്റവും കണ്ട്രി എടുത്തോണ്ട് വന്നിട്ട് അവതരിപ്പിച്ചല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തില് ഓരോ സ്കൂളിൽ നടക്കും ഉള്ളാൾ ഫെസ്റ്റ്. കണ്ടാ, ഇതൊക്കെ അല്ലേ ഇവർ നടത്തുന്നത്? നമുക്ക് ചോദിച്ചൂടെ? എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം മടവൂരികൾ സലഫി ഫെസ്റ്റ് നടത്തിയാലും, AP സുന്നികൾ ഉള്ളാൾ ഫെസ്റ്റ് നടത്തിയാലും, EK സുന്നികൾ MIC ഫെസ്റ്റ് നടത്തിയാലും എല്ലാം തെറ്റാണ്, കുറ്റകരമാണ്. ചെയ്യാൻ പാടില്ല. എന്തിന്റെ പേരിലാണെങ്കിലും, സ്കൂളിന്റെ പേരിലാണെങ്കിലും വേറെ എന്തിന്റെ പേരിലാണെങ്കിലും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അത് ബോധ്യപ്പെടുത്താൻ അത് കൃത്യമായി പറയുന്നു. അത് തെറ്റാണ്, കുറ്റകരമാണ്. അത് ഈ രൂപത്തിൽ മാന്യ സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കരുത്. മുസ്ലിയാക്കന്മാർ ഇപ്പൊ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ സലഫി ഫെസ്റ്റ്, മുജാഹിദുകൾ വർഷാവർഷം നടത്തുന്ന ഒരു ഫെസ്റ്റാണ്, മുജാഹിദിലെ ഫെസ്റ്റാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. മാന്യ സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിന്റെ തൗഹീദ് പറയാനും പഠിപ്പിക്കാനും അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി ഈ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കാനും വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, ആദർശ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ ആദർശപരമായി തോൽപ്പിക്കാൻ, പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് വരുമ്പോൾ ഈ രൂപത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ വ്യാജമായ പ്രഖ്യാപനങ്ങളുമായി സക്കാഫികൾ ഊരു ചുറ്റുമ്പോൾ കൃത്യമായി നിങ്ങൾ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. അവരോട് പറയാനുള്ള മുജാഹിദ് പ്രസ്ഥാനം